Good evening to one and all present here. അപ്പോൾ നമ്മുടെ ഓറിയന്റേഷൻ OP 9.0 ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ഇന്റഗ്രേറ്റിന്റെ സെഷൻ 3 ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്. ഇപ്പോ ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ MSc കെമിസ്ട്രി സ്റ്റുഡൻസിന് ആണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മുടെ കൂടെ നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് മൈസെൽഫ് മാധവി, സയൻസ് മെന്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഹന മാം ഉണ്ട്, വാണി മാം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സുപരിചിതയായ അർച്ചന മാം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, സെഷൻ 3 ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനകത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡീകോഡ് അവർ സിലബസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന MSc കെമിസ്ട്രി എന്ന് പറയുന്ന സിലബസിനെ നമ്മൾ ഡീകോഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ കുറെ പേരായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വീക്ക്ലി കോളിലൊക്കെ അക്കാഡമിക് ടൈം ടേബിൾ എവിടെയാണ്. സോ അക്കാഡമിക് ടൈം ടേബിളിന്റെ ഒരു റിലീസും കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. ദെൻ വി വിൽ ബി സ്പോട്ട് ലൈറ്റിംഗ് അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യും നമ്മുടെ ലേൺ വൈസിന്റെ കണ്ടന്റും പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു Q&A സെഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. സോ വി ആർ ഗോയിങ് ടു ഡീപ്ലി ഡൈവ് ഇൻ ടു ദ ഡീകോഡിംഗ് ഓഫ് ദി സിലബസ്. അപ്പൊ MSc കെമിസ്ട്രിയുടെ സിലബസിനെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോവാണ്. സോ MSc കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു 2-year പ്രോഗ്രാം ആണ്, വിച്ച് ക്യാൻ ബി എക്സ്റ്റെൻഡബിൾ അപ് ടു 4 years. 4 years കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ സ്കൂൾ ഓഫ് സയൻസസ് എന്ന് പറയുന്ന ഇഗ്നോയിലെ സ്കൂൾ ഓഫ് സയൻസസ് കെമിസ്ട്രിയിലെ കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള ഫാക്കൽറ്റീസ് എല്ലാം കൂടെ എന്താ പറയാ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ദ ഫോളോയിങ് സബ്ജക്ട്സ് ആണ്. അതിന്റെ ക്രെഡിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ബിഫോർ ഗോയിങ് ഇൻ ടു ക്രെഡിറ്റ്സ് ആൻഡ് ഓൾ, നമുക്ക് നോക്കാം എന്താണ് ക്രെഡിറ്റ്സ്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജിനെയാണ് നമ്മൾ ക്രെഡിറ്റ്സ് എന്ന് പറയാം. സോ അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും 4 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. 2 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കുറവാണ്. സോ 1 ക്രെഡിറ്റ് വിൽ ബി ഈക്വൽ ടു 30 സ്റ്റഡി അവേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കാനും എടുക്കാനും ഒക്കെ ചാൻസ് കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു കെമിസ്ട്രി സിലബസിനെ നമ്മൾ ബ്ലോക്സ് ആക്കിയിട്ടും യൂണിറ്റ്സ് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് മെൻ ബൈ ബ്ലോക്സ്? ബ്ലോക്സ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ചാപ്റ്റേഴ്സിനെ അവർ കുറച്ചും കൂടി ഒരു ഫോർമാറ്റഡ് രീതിയിലേക്ക് ആക്കിയിരിക്കുന്നതാണ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ആൻഡ് യൂണിറ്റ്സിനെ, അതായത് നമ്മുടെ സബ് ടോപ്പിക്സിനെ, ഓരോ ചാപ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന ഇമ്പോർട്ടന്റ് സബ് ടോപ്പിക്സിനെ നമ്മൾ യൂണിറ്റ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദീസ് ആർ ഓൾ ദ ഫോളോയിങ് സബ്ജക്ട്സ് വിച്ച് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ദ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇത്രയും സബ്ജക്ട്സ് ആണ് ഡീൽ ചെയ്യുക. ഇൻഓർഗാനിക് കെമിസ്ട്രി 1, ഓർഗാനിക് കെമിസ്ട്രി, ജനറൽ കെമിസ്ട്രി, ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഫോർ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കെമിസ്ട്രി ഫോർ കെമിസ്റ്റ്, ബയോളജി ഫോർ കെമിസ്റ്റ്, ഇൻഓർഗാനിക് 2, ഓർഗാനിക് 2, ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. അതിനകത്താണ് നമ്മുടെ ഗ്രൂപ്പ് തിയറി വരുന്നത്. പിന്നെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ഇത്രയും ലാബാണ്. ഓക്കെ, ലാബിന് 2 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ നിങ്ങൾക്ക് ലാബ് വരുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് വീണ്ടും അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഡിഫറെന്റ് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി, ഫിസിക്സ് അതിൽ മിക്സ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെയുള്ള അറ്റോമിക് ആൻഡ് മോളിക്കുലാർ കെമിസ്ട്രി വരുന്നുണ്ട്. പിന്നെ കെമിസ്ട്രി ഫോർ മെറ്റീരിയൽസ്, പെർട്ടിക്കുലർലി മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കെമിസ്ട്രി നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്. ദെൻ സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്, നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു മെത്തഡോളജിയിലാണ്. ബിക്കോസ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഇതാണ് മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എൻവയോൺമെന്റൽ കെമിസ്ട്രി, ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്. സോ കെമിസ്ട്രി ഈസ് ബേസിക്കലി ഒരു റിസർച്ച് ഓറിയന്റഡ് ഫീൽഡ് ആയതുകൊണ്ട് എങ്ങനെ റിസർച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഇതിനകത്ത് നമുക്ക് നോക്കാം. പിന്നെ ഇലക്ട്രോ അനാലിറ്റിക്കൽ മെത്തേഡ്സ്, ഇത് 2 രീതിയിൽ വരുന്നുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് സ്പെക്ട്രോസ്കോപ്പീസ്, സ്പെക്ട്രോസ്കോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പോണന്റ്സ്, സൂപ്രാമോളിക്കുലർ കെമിസ്ട്രി, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റാബോലൈറ്റ്സ്, അഡ്വാൻസ്ഡ് കൈനമാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പ്രാക്ടിക്കൽ പ്രൊജക്ട്, ആ ഒരു ലാബാണ് നമുക്ക് വരുന്നത്. ഓക്കെ, വീണ്ടും അതിന് 2 ക്രെഡിറ്റ്സ് ആണുള്ളത്, ബാക്കിയെല്ലാം 4 ക്രെഡിറ്റ്സ്. ഈ മെറ്റീരിയൽസ് ഓൺലി എന്ന് കാണിക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ എന്താ പറയുക ഇലക്ടീവ് സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് ഇലക്ടീവ്സ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻ ദ സെക്കൻഡ് ഇയറിൽ ഇലക്ടീവ്സ് വരുന്നത്. ഓക്കെ,
സോ അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പ്രോഗ്രാം സ്ട്രക്ചറിനകത്തോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് ഇയർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് സബ്ജക്ട് മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റും ബയോളജി ഫോർ കെമിസ്റ്റ് എന്ന് പറയുന്നതും ഓക്കെ, മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റും ബയോളജി ഫോർ കെമിസ്റ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് ആക്ച്വലി ഇലക്റ്റീവ് ആണ്. ഓക്കെ, സോ ദ ലേണർ ഹാസ് ടു ചൂസ് ഐദർ ഓഫ് ദ ടു ഏതെങ്കിലും ഒന്നിൽ ഈ രണ്ട് കോഴ്സിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണേഴ്സ് ഹു ഹാവ് സ്റ്റഡീഡ് ബയോളജി അറ്റ് +2 ലെവൽ, +2 ലെവലിൽ നിങ്ങൾ ബയോളജി ആണ് പഠിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആണ് നിങ്ങൾ +2 ലെവലിൽ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബയോളജി എടുക്കാനാണ്. അതായത് നിങ്ങൾക്ക് രണ്ട് നോളജും കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഓരോ സെമസ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്ത, നമ്മൾ നേരത്തെ കണ്ടത് ഒറ്റ ഇയറിലേക്കുള്ള സബ്ജക്റ്റ് ആണ്. ഇതിനെ സെമസ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്തപ്പോൾ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ. സെമസ്റ്റർ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രയും സബ്ജക്ട്സ് ആണ്. അങ്ങനെ ഒരു ടോട്ടൽ നിങ്ങൾ 80 ക്രെഡിറ്റ്സ് ആണ് ഈ ഒരു സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോഴത്തേനും വിത്തിൻ 2 ഇയേഴ്സ് നിങ്ങൾ എക്വയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സബ്ജക്ട്സ് എന്താ നോക്കാം. അതിൽ ഓർഗാനിക് കെമിസ്ട്രി 1 വോളിയം 1 വരുന്നത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. അതിൽ ബ്ലോക്ക് 1 നമ്മൾ ലീഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, ഇതിന്റെ സ്ട്രക്ചർ, മോളിക്യുലാർ സ്ട്രക്ചേഴ്സ് ഒക്കെ. ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓർഗാനിക്കും ആണ് മെറ്റാലിക്കും ആണ്, അങ്ങനത്തെ കെമിസ്ട്രി ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ബ്ലോക്ക് 1 നമ്മൾ എന്തൊക്കെ കൂടുതൽ നോക്കണം എന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സ്ട്രക്ചർ, ഓരോ മോളിക്യൂൾസിന്റെ സ്ട്രക്ചർ, പിന്നെ ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, നൈട്രജൻ കോമ്പൗണ്ട്സ്, ആ കോമ്പിനേഷനിൽ വരുന്ന കോമ്പൗണ്ട്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേനും ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, മെറ്റൽ കാർബണൈൽസ്, മെറ്റൽ പൈ കോംപ്ലക്സ് 1, പൈ കോംപ്ലക്സ് 2, പിന്നെ മെറ്റൽ ക്ലസ്റ്റേഴ്സ് 1, മെറ്റൽ ക്ലസ്റ്റേഴ്സ് 2. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമ്മൾ ഈ ഒരു ബ്ലോക്കോട് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ബ്ലോക്ക് 2 സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ വോളിയം 2 ആയിട്ടുള്ള ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, മാഗ്നറ്റിസം, ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്, അതായത് ട്രാൻസിഷൻ മെറ്റൽസിന്റെ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക്കൽ സ്പെക്ട്ര, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്പെക്ട്രോസ്കോപ്പി, ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് നമ്മുടെ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ എന്താ പറയാ റേഡിയേഷൻസ് ഫോം ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്പെക്ട്രോസ്കോപ്പി വരുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ആൻഡ് ജി മെറ്റൽ കോംപ്ലക്സസ്, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്ട്രക്ചർ എന്ന് പറയുന്നതില്. അപ്പൊ ബ്ലോക്ക് 3 നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതായത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതിന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഒരു തിയറി നമ്മൾ പഠിക്കുന്നു, അതിന്റെ അപ്ലിക്കേഷൻ പഠിക്കുന്നു, അതിന്റെ ലിമിറ്റേഷൻ പഠിക്കുന്നു. നമ്മൾ എന്തൊരു സംഭവം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ദർ വിൽ ബി സം സോർട്ട് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ദർ വിൽ ബി സം സോർട്ട് ഓഫ് ലിമിറ്റേഷൻസ്. അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഡി മെറ്റൽ കോംപ്ലക്സസ്, അതിൽ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്രാണ്, അതായത് ബേസിക്സ് ഓഫ് മാഗ്നറ്റോ കെമിസ്ട്രി. അതായത് നമ്മൾ പറയില്ലേ ചില പാർട്ടിക്കിളിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിക്സ് നമ്മൾ അവിടെയാണ് നോക്കുക. പിന്നെ ഡി മെറ്റൽ കോംപ്ലക്സസ്, അതിന്റെ മാഗ്നറ്റിസം, പിന്നെ ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര, പിന്നെ ചാർജ് ട്രാൻസ്ഫർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് സ്റ്റോഷിയോ കെമിസ്ട്രി ആണ്. സ്റ്റോഷിയോമെട്രി എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റോഷിയോ കെമിസ്ട്രി 1 and 2 ഇത് രണ്ടും നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഡീൽ ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റോഷിയോ കെമിസ്ട്രി ആൻഡ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നു ഫസ്റ്റ് വോളിയത്തിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ബ്ലോക്സ് ആണ് അതിനുള്ളത്, സ്റ്റോഷിയോ കെമിസ്ട്രി 1 ആൻഡ് സ്റ്റോഷിയോ കെമിസ്ട്രി 2. ഓക്കെ, സ്റ്റോഷിയോ കെമിസ്ട്രി 1 എന്താണ് ഈ മോളിക്യുലർ സിമെട്രി, അതിന്റെ കൈറാലിറ്റി എന്നൊക്കെ പറയുന്നത്, ചിറാൽ, കൈറാൽ എന്നൊക്കെ പറയും, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൊനൗൺസിയേഷൻ ആണത്. ഓക്കെ, അതിന്റെ ആ ഫോംസ് ഒക്കെ നമ്മൾ നോക്കും. പിന്നെ സ്റ്റീരിയോ ഐസോമറിസം പ്രോപ്പർട്ടീസ്, പിന്നെ അതുപോലെ തന്നെ ഈ കൈറാൽ സെന്റേഴ്സ് എങ്ങനെ മാറുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ 6 മെമ്പേർഡ് റിങ്സ് വരുമ്പോ ഇങ്ങനെയാണ്. പിന്നെ
ഈ കൈറൽ സെന്റേഴ്സ് ഇല്ലാതെ വരുമ്പോൾ ഉള്ള സ്റ്റോഷിയോ കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ ഹെഡിങ്സ് ഒന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ദ ടോപ്പിക്സ് അണ്ടർ വിച്ച് ആർ മച്ച് മോർ സിംപ്ലർ. അത് കുറച്ചും കൂടെ ഇതാണ്, നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കുമ്പോഴത്തേനും അങ്ങനെ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ചും കൂടെ ഇൻഡെപ്ത് നോളജ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ സ്റ്റോഷിയോ കെമിസ്ട്രി 2 അതിന്റെ കോൺഫിഗറേഷൻ, കോറിലേഷൻ, ടോപ്പിസിറ്റി, പിന്നെ അതുപോലെ തന്നെ അസിമെട്രിക് ഇൻഡക്ഷൻ, മോളിക്കുലർ ഡൈസിമെട്രി, കൈറോപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ പറയുന്ന കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, അതാണ് അടുത്തത് ബ്ലോക്ക് 3 വരുന്നത്. റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, ഇപ്പൊ കാർബോകാറ്റയോൺസ്, അതിന്റെ റീഅറേഞ്ച്മെന്റ്, സ്ട്രക്ചറൽ ആസ്പെക്ട്സ്, അതുപോലെ തന്നെ ഓർഗാനിക് റിയാക്ഷന്റെ മെക്കാനിസംസ്, കാർബാനയോൺസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് 2, ഇതിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം, നമ്മൾ ഫ്രീ റാഡിക്കൽ മെക്കാനിസംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇന്റർമീഡിയറ്റ്സ്, കാർബീൻസിന്റെ ഇന്റർമീഡിയറ്റ്സ്, നൈട്രീൻസ്, അറൈൻസ്, അതിന്റെയൊക്കെ ഇന്റർമീഡിയറ്റ്സ് എങ്ങനെയായിരിക്കും, അതിനെ ഇന്റർമീഡിയറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റിയാക്ഷൻ മെക്കാനിസംസ് പ്രൊസീഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രി മീൻസ് ഇറ്റ് ഹാസ് സം എലമെന്റ്സ് ഓഫ് ഫിസിക്സ് ടു. അപ്പൊ ഫിസിക്സുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കെമിസ്ട്രിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. തെർമോഡൈനാമിക്സ് ബേസിക് ആണ് നമ്മുടെ തെർമോഡൈനാമിക്സ്, സോളിഡ് സ്റ്റേറ്റ്, കൈനമാറ്റിക്സ്. ഓക്കെ, പിന്നെ തെർമോഡൈനാമിക്സും സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സും, നമ്മുടെ ബോൾസ്മാൻസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്താണ് വരിക. പിന്നെ സോളിഡ് സ്റ്റേറ്റ്, റിയാക്ഷൻ റേറ്റ് തിയറീസ്, അതായത് കെമിസ്ട്രിക്കാർക്ക് വേണ്ട ഫിസിക്സ് ഇവിടുന്നാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും ഇതാണ് ഇതിൽ വരുമ്പോൾ. ഇനി ബ്ലോക്ക് 2 വരുമ്പോഴത്തേനും എന്താ, സോളിഡ് സ്റ്റേറ്റ് ആൻഡ് റിയാക്ഷൻ റേറ്റ് തിയറീസ് ആണ്. അതായത് ഫണ്ടമെന്റൽസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്, ക്രിസ്റ്റൽ സിമെട്രി, കൊളീഷൻ, തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ബ്ലോക്ക് 2 പഠിക്കുന്നുണ്ടാവുക. പിന്നെ അടുത്തത് വോളിയം 2 എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി, ട്രാൻസ്പോർട്ട് ആൻഡ് റിയാക്ഷൻ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ കൈനറ്റിക്സ് 2. അതായത് നമ്മുടെ കാറ്റലിസ്റ്റിക് റിയാക്ഷൻസും ഇലക്ട്രോ കെമിസ്ട്രി, ട്രാൻസ്പോർട്ട് ഫിനോമിനയൊക്കെ നമ്മൾ ഇതിനകത്താണ് ബ്ലോക്ക് 3 and 4 നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബ്ലോക്ക് 3 വരുമ്പോഴത്തേനും കൈനറ്റിക്സ് ഓഫ് റിയാക്ഷൻ ആൻഡ് സൊല്യൂഷനിൽ വരുന്നത്, പിന്നെ കൈനറ്റിക്സ് ഓഫ് ഫാസ്റ്റ് റിയാക്ഷൻസ്, കറ്റാലിസിസ്, പിന്നെ എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് 3 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന, ഡിബൈ-ഹക്കിൾ തിയറി 1 ഉം 2 ഉം നമ്മൾ ഇവിടെ തന്നെ പഠിക്കും. അതുപോലെ ട്രാൻസ്പോർട്ട് ഫിനോമിന ആയിട്ടുള്ള ഡിഫ്യൂഷനും വിസ്കോസിറ്റിയും ഫസ്റ്റ് ഫിനോമിനയിൽ വരുന്നതും, പിന്നെ ട്രാൻസ്പോർട്ട് ഫിനോമിന തെർമൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സെക്കൻഡില്, അതും നമ്മൾ ഇതിനകത്ത് തന്നെയായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ്, അതായത് കെമിസ്ട്രിക്കാർക്ക് വേണ്ട മാത്തമാറ്റിക്സ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫംഗ്ഷൻസ്, ഓൾജിബ്രാസ്, വെക്ടേഴ്സ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇന്റഗ്രൽ കാൽക്കുലസ്, മെട്രിസസ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത്രയും മാത്സ് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് സെറ്റ്, ഗ്രാഫ്സ് മാപ്പിംഗ് ഒക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ സെറ്റ് ആയിട്ട് എഴുതുന്ന ഗ്രാഫ് മാപ്പിംഗ്, അതൊക്കെ നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ബേസിക് ഓൾജിബ്ര, പിന്നെ വെക്ടേഴ്സ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, നമ്മൾ സാധാരണ ചെയ്യുന്ന കാൽക്കുലസസ് ഒക്കെ വരും, അതിന്റെ അപ്ലിക്കേഷനും ഇതിനകത്തായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അത് ഇന്റഗ്രൽ കാൽക്കുലസ്, മെട്രിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിലാണ് നമ്മൾ നോക്കുന്നത്. മെട്രിക്സ് ഓൾജിബ്ര, പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ കെമിസ്ട്രിക്കാർക്ക് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്ട്രിയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 1 ഇൻഓർഗാനിക് കെമിസ്ട്രി ബ്ലോക്ക് 1 എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതായത് നമ്മുടെ റെയർ എലമെന്റ്സിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഇൻഓർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വിത്ത് റെയർ എലമെന്റ്സ്, അത് നമ്മൾ നോക്കുന്നുണ്ട്. എക്സ്പെരിമെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്, നമ്മുടെ സാധാ ടൈട്രേഷൻസ് ആണ്. പിന്നെ എസ്റ്റിമേഷൻ ഓഫ് കോപ്പർ ആൻഡ് നിക്കലിന്റെ മിക്സ്ചർ ഓഫ് ഗ്രാവിറ്റോമെട്രി, അതായത് ഈ ഗ്രാവിറ്റോമെട്രി ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ കോപ്പറിന്റെയും നിക്കലിന്റെയും പ്രസൻസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ഈ ഒരു സെക്ഷനകത്താണ് അല്ലെങ്കിൽ ഈ ഒരു സെഷനകത്താണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കെമിസ്ട്രി ലബോറട്ടറി എന്ന് പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഇൻ 2 കോമ്പണന്റ്സ് മിക്സ്ചർ ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ദയർ ഡെറിവേറ്റീവ്സ്. അപ്പൊ നമ്മൾ അതിന്റെ ഐഡന്റിഫൈ ചെയ്യും, പിന്നെ ആ കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷനും കൂടി നമ്മൾ അതിനകത്ത് നോക്കുന്നുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ അതിനകത്ത് നോക്കുന്നുണ്ടാവാം. ഓക്കെ, ദെൻ വരുന്നത് ഈ കെമിസ്ട്രി ലാബ് 2 വരുന്നത്
പാർട്ട് എയില് ഐഡന്റിഫിക്കേഷൻ ഓഫ് കോമ്പണൻസ് ഇൻ ടു കോമ്പൗണ്ട് മിക്സ്ചർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ദർ ഡെറിവേറ്റീവ്സ്. സോ അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെപ്പറേഷൻ, അതിന്റെ ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ ബൈനറി മിക്സ്ചറിലെ അസിഡിക് കോമ്പൗണ്ടും ന്യൂട്രൽ കോമ്പൗണ്ടും തമ്മിലുള്ള മിക്സ്ചറിന്റെ എന്താ പറയാ ഐഡന്റിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ ബൈനറി മിക്സ്ചറിൽ കാർബോഹൈഡ്രേറ്റും ന്യൂട്രൽ കോമ്പൗണ്ട് വരുമ്പോൾ ഉള്ളത്, പിന്നെ അതുപോലെ ബേസിക് കോമ്പൗണ്ട്, ന്യൂട്രൽ കോമ്പൗണ്ട്. അത് ബേസിക്കലി നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് ഡെറിവേറ്റീവ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് വി ആർ ഐഡന്റിഫൈങ് ദ കോമ്പൗണ്ട്സ് ഇൻ ദ മിക്സ്ചർ ആൻഡ് പ്രിപ്പയറിംഗ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അതിന്റെ രണ്ട് സൈഡ് നമ്മൾ നോക്കുന്നതാണ് ഇവിടെ. ഓക്കെ, ഓരോ എക്സ്പെരിമെന്റ്സ് ആയിട്ട്. ഓക്കെ, പിന്നെ പാർട്ട് ബിക്ക് അത് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മുടെ ബെൻസോഫീനോൺ, ഓക്സിൻ ഫ്രം ബെൻസോഫീനൈൻ, അങ്ങനെയുള്ള റിയാക്ഷൻസ്, അഡീഷൻ റിയാക്ഷൻ, സാൻമേയേഴ്സ് റിയാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 2,3-ഡൈമീഥൈൽ ലിത്തോൾ ഫ്രം ഫിനൈൽ ഹൈഡ്രൈസൈൻ. അതായത് നമ്മളുടെ ഒരു വലിയ ഡെറിവേറ്റീവിൽ നിന്ന്, ഓർഗാനിക് ഡെറിവേറ്റീവിൽ നിന്ന് നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഓരോ നെയിംസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മീഥൈൽ ഓറിഗൈൻ ഫ്രം എന്താ പറയാ ഡയാസോ റിയാക്ഷൻസ് എന്നൊക്കെ പറയും. അത് ചിലപ്പോൾ അഡീഷൻ റിയാക്ഷൻസ് ചെയ്യാനായിരിക്കും, സാൻമേയേഴ്സ് റിയാക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഡിപ്പെൻഡിങ് ഓൺ ദ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് വരുന്നത്. ഓക്കെ, പിന്നെ കെമിസ്ട്രി ലാബ് 3 വരുന്നത് ടു ഡിറ്റർമൈൻ ദ പാർഷ്യൽ മോളാർ വോളിയൂംസ് ഓഫ് എക്വ സൊല്യൂഷൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷനെ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ മോളാർ കോൺസെൻട്രേഷൻസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അസിറ്റിക് ആസിഡിനെ ആക്ടിവേറ്റഡ് ചാർക്കോളിൽ വെച്ചിട്ട് നമ്മുടെ ഫ്രൂഡൻലിഷ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഫ്രം ദ ഐസോതേം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ്. ഇതൊക്കെ പല റിയാക്ഷൻസ് ആണ്. അതായത് നമ്മൾ പല രീതിയിൽ ഓരോ ഇത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഓരോ മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, പിന്നെ ലാബോറട്ടറി 3 വരുമ്പോഴും ഇതുപോലെ തന്നെയുള്ള കുറെ റിയാക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡിബൈ ഹക്കൽ തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ എല്ലാ ലാബും നിങ്ങൾ ചെയ്യണം, ചെയ്തോളും എന്ന് നിർബന്ധമില്ല. വാട്ട് എവർ യുവർ സ്റ്റഡി സെന്റർ ഇസ് ഓഫറിംഗ് അത് മാത്രം നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ കെമിസ്ട്രി ലാബ് 2 എന്ന് പറയുന്നത് റിയാക്ഷൻ മെക്കാനിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ വരുമ്പോഴത്തെ റിയാക്ഷൻ മെക്കാനിസംസ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 1, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 2, പിന്നെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്, പിന്നെ ഒക്ടാഹൈഡ്രൽ ആൻഡ് ടെട്രാഹൈഡ്രൽ കോംപ്ലക്സസ്, അതിന്റെ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, പിന്നെ മോളിക്കുലർ റീഅറേഞ്ച്മെന്റ്സ്. ഓക്കെ, ഇത്രയും ആണ്. പിന്നെ ബ്ലോക്ക് 3 വരുന്ന എനർജി സോഴ്സ് ഓഫ് ലൈഫ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, ഫോട്ടോസിന്തസിസ് ആൻഡ് നൈട്രജൻ ഫിക്സേഷൻ, മെറ്റലോ എൻസൈംസ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി 2 വരുമ്പോഴത്തേനും ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 വരുന്നത് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് അറ്റ് കണ്ടെയ്നിങ് വൺ റിംഗ് ആയിട്ടുള്ള ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ബ്ലോക്ക് 1 പോകുന്നുണ്ടാവുക. പിന്നെ ഹെട്രോസൈക്കിൾസ് വിത്ത് മോർ ദാൻ 1 റിംഗ് ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ്. അതായത് 1 റിംഗ് ഉള്ളത് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മോർ ദാൻ 1 റിംഗ് ഉള്ളതും പിന്നെ ലാർജ് മെമ്പേർഡ് ആയിട്ടുള്ള ഹെട്രോസൈക്കിൾസിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ്സ്, പിന്നെ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് സിന്തസിസിന്റെ കൺസെപ്റ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് സിന്തസിസിന്റെ മോർ അപ്രോച്ചസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിനകത്ത് നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി 2 ഓരോ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്, 3 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ്, 4 മെമ്പേർഡ്, 5 മെമ്പേർഡ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മോർ ദാൻ 1 റിംഗ് ഉള്ളത് നമ്മൾ ഓരോ യൂണിറ്റിൽ നോക്കുന്നു. പിന്നെ ബ്ലോക്ക് 2 വരുമ്പോൾ എന്താണ് ബെൻസോ ഫ്യൂസ്ഡ് 5 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് വെൻ 1 ഹെട്രോ ആറ്റം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഇതിന്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യാണ് ഓരോ മെറ്റൽസിനെ, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള മെറ്റൽസ് ആണ്. പിന്നെ അത് ഈ യൂണിറ്റ്സ് ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, നമ്മുടെ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസിക് സിന്തസിസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേസിക് ഓർഗാനിക് മെത്തേഡ്സിന്റെ സിന്തസിസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്തത് ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. ഓക്കെ, ക്വാണ്ടം കെമിസ്ട്രി ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ക്വാണ്ടം മെക്കാനിക്സ്, ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് വേണ്ട ഒരു ക്വാണ്ടം തിയറി നമ്മൾ ഇവിടെ പുട്ട് ഫോർവേഡ് ചെയ്യാണ്. നമ്മുടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പാർട്ടിക്കിളിനെ ബോക്സ് സ്ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെയാണ്. വേവ് മെക്കാനിക്സ്, അതായത് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾസ്, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേനും എന്തൊക്കെ ഡിഫറൻസ് ആണ് ഒരു പാർട്ടിക്കിളിന്റെ ബിഹേവിയറിന് വരുന്നത്, ടണലിംഗ് ഇഫക്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ്, ലൈക് ടണലിംഗ് ഇഫക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് അല്ല, ദാറ്റ് ഇസ് വാട്ട് ഇസ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ഡീലിംഗ് വിത്ത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്വാണ്ടം കെമിസ്ട്രി, വേവ് മെക്കാനിക്സ്, പാർട്ടിക്കിളിനെ ബോക്സ് 1ഉം 2ഉം രണ്ട് പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ മോഡൽ സിസ്റ്റംസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ നമ്മുടെ ബേസിക് ആറ്റം ആണല്ലോ. അപ്പൊ ആ ബേസിക് ആറ്റത്തിനെ ബേസ് ചെയ്തിട്ട്, ആ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്ററും റിജിഡ് റൊട്ടേറ്റർ. അപ്പൊ ഹാർമോണിക് ഓസിലേറ്ററിനെ റിജിഡ് റൊട്ടേറ്റർ ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റം 1, 2. അത് നമ്മൾ ആക്ച്വലി രണ്ട് പ്രോബ്ലംസ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു എന്നുള്ളതേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ അപ്രോക്സിമേഷൻ മെത്തേഡ്സും മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. അതായത് ഹൈഡ്രജൻ ആറ്റം എന്ന് വെച്ചാൽ ബേസിക് ലെവൽ അല്ലേ, അത് കഴിഞ്ഞിട്ട് ഹയർ നമ്മൾ ഒരു പീരിയോഡിക് ടേബിളിനകത്ത് എടുക്കുമ്പോഴത്തേക്കും ഹയർ ഇലക്ട്രോൺ ലെവൽസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. പിന്നെ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ഗ്രീൻ കെമിസ്ട്രി എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ ഫണ്ടമെന്റൽസ് ബ്ലോക്ക് 1 പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്ലിക്കേഷൻസ് വന്നിട്ട് എന്തിൽ പറയും, ബ്ലോക്ക് 2 പറഞ്ഞ് ആ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ അങ്ങ് എന്താ പറയാ നിർത്തുവാണ് ചെയ്യുന്നത്. സോ ഗ്രീൻ കെമിസ്ട്രി, ടൂൾ ഫോർ ഗ്രീൻ കെമിസ്ട്രി, കെമിക്കൽ പ്രോഡക്ട്സ്, ഇത് ഹാംഫുൾ ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഫണ്ടമെന്റൽസിൽ കവർ ചെയ്തിട്ട് പിന്നെ ഗ്രീൻ സിന്തസിസ് എന്താണ്, അതുപോലെ തന്നെ എൻവയോൺമെന്റിന് സേഫർ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യും, പിന്നെ സേഫർ ആയിട്ടുള്ള റിയേജൻസ് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ എൻവയോൺമെന്റൽ സയൻസുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പറയാറില്ല, അതിനെയൊക്കെ എന്താ പറയാ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗ്രീൻ ഫീൽഡിലായിരിക്കും. ഓക്കെ, പിന്നെ കെമിസ്ട്രി ലാബ് 5 വരുന്നത് ഇതുപോലെ തന്നെ കുറെ ലാബ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ വരുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഇതും നിങ്ങൾ പഠിക്കേണ്ടി വരണം ഉണ്ടാവില്ല, ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡീസ് ആയിരിക്കും. ഓക്കെ, ഓർഗാനിക് ലബോറട്ടറി, പിന്നെ പ്രിപ്പറേഷൻ, ഓരോന്നിന്റെ പ്രിപ്പറേഷൻ ആണ്. ഈ അനലീനിൽ നിന്ന് ഓരോ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പറേഷൻ മെത്തേഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് പ്രിപ്പറേഷൻ മെത്തേഡ്സ്, അതിന്റെ എന്താ പറയാ ഈ ഏരിയാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ ഓർഗാനിക് ലാബ് 5, അങ്ങനെ നമുക്കൊരു എന്താ പറയാ ഒരു 10-14 എക്സ്പെരിമെന്റ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, 14 എക്സ്പെരിമെന്റ്സോട് കൂടെ നമ്മുടെ കെമിസ്ട്രി ലാബ് 5 അങ്ങ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സും അതിന്റെ ലാബും എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോകണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ സിലബസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മാധവി മാം ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. പ്രോഗ്രാം കംപ്ലീഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു MSc എന്നൊരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ മാത്രമല്ല, അതിന്റെ മെയിൻ ആയിട്ട് അതിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് അസൈൻമെന്റിന്റെയും ടേംമെന്റ് എക്സാമിന്റെയും ബേസ്ഡ് ആണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എത്ര സബ്ജക്ട്, ഇപ്പൊ ഈ ഒരു MSc എന്നൊരു പ്രോഗ്രാമിൽ നമുക്ക് എത്ര സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടോ അത്രയും അസൈൻമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. ഈ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും നമുക്ക് എത്ര സബ്ജക്റ്റുകൾ ഉണ്ടോ അത്രയും തന്നെ അസൈൻമെന്റ്സ് ഉണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഫോം ആണ്, നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അസൈൻമെന്റ്സിനെല്ലാം അതിൻ്റെതായ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് യൂണിവേഴ്സിറ്റി പറയുന്ന രീതിയിൽ നമ്മൾ ജനറൽ റൂൾ യൂണിവേഴ്സിറ്റി പറയുന്നത് തന്നെയാണ്. അതെപ്പോഴാണോ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യുന്നത് ആ ടൈമിൽ നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ തന്നെ അസൈൻമെന്റിന്റെ ഫുൾ ഓൺ അതോറിറ്റി എപ്പോഴും സ്റ്റഡി സെന്ററിന്റെ കയ്യിലാണ്. അപ്പൊ അസൈൻമെന്റ് എങ്ങനെ എഴുതണം, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്
എന്നെല്ലാം നമ്മുടെ സ്റ്റഡി സെന്റർ പറയുന്നുണ്ടാവും. അപ്പൊ സ്റ്റഡി സെന്ററിനെ ഒബേ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അസൈൻമെന്റ്സിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും. ലേൺ വൈസിൽ യൂണിവേഴ്സിറ്റി പറയുന്ന ജനറൽ റൂൾ എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അസൈൻമെന്റ്സ് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ഫോമിലായിരിക്കും. A4 ഷീറ്റിൽ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എപ്പോഴും അസൈൻമെന്റ്സ് എഴുതിയതിനു ശേഷം അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കൈവശം വെക്കുക. കാരണം ഈ അസൈൻമെന്റ്സിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നമുക്ക് എക്സാംസിൽ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇൻ ടൈംസ് നമ്മൾ എഴുതി വെച്ചതിന്റെ കോപ്പി എടുത്ത് വെക്കുകയാണെങ്കിൽ എക്സാം ടൈമിൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും, കൂടാതെ ഇൻ കേസ് നമ്മുടെ അസൈൻമെന്റ്സിന്റെ മാർക്ക് നമുക്ക് ഓൺ ടൈമിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കയ്യിലൊരു റെഫറൻസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റഡി സെന്ററിൽ നിന്നും നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൈപ്പറ്റേണ്ട ഒരു കാര്യമുണ്ട്, റെസിപ്റ്റ്, അക്നോളേജ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ എന്താണ് അതിന്റെ ഒരു റെസിപ്റ്റ് നമ്മൾ കൈപ്പറ്റാറുണ്ട്. അതേ രീതി തന്നെയാണ് വെൻ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസേൺഡ് സ്റ്റഡി സെന്ററിൽ നിന്നും അക്നോളേജ്മെന്റ് സ്ലിപ്പ് നിങ്ങൾ കൈപ്പറ്റുക. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതും നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഐതർ ആ ഒരു ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതല്ല എങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് അവരുടേതായ ഫോംസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതും അല്ല എങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ പേരും കോഡും അതേപോലെ തന്നെ ഏത് ദിവസമാണ് ഡേറ്റ് ആൻഡ് ടൈം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റും ടൈമും നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ ഇത്രയും എഴുതി ആ ഒരു സ്റ്റഡി സെന്ററിൽ നിന്നും സൈനും സീലും വാങ്ങിച്ചാൽ അത് ഫ്യൂച്ചർ റെഫറൻസ് ആണ്. കാരണം ഇൻ കേസ് നമ്മുടെ മാർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് എന്ന് വെച്ചാൽ ഇത് നമുക്കൊരു റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. കൂടാതെ യൂണിവേഴ്സിറ്റി പറയുന്ന രീതി അനുസരിച്ചിട്ടാണ് എങ്കിൽ നമ്മൾ എന്നാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ദെൻ ആഫ്റ്റർ 2 months അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് കൈപ്പറ്റാവുന്നതാണ്. സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് കിട്ടിയ അക്നോളജ്മെന്റ് സ്ലിപ്പും കൊണ്ട് പോയാൽ വിത്തിൻ 1 monthിനുള്ളിൽ നിങ്ങളുടെ അസൈൻമെന്റ് ട്യൂട്ടർ മാർക്ക്ഡ് മീൻസ് മാർക്ക് ചെക്ക് ചെയ്ത് മാർക്ക് ഇട്ട് നമുക്ക് അസൈൻമെന്റ് തിരിച്ചു തരും എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. പക്ഷെ ഇവിടുത്തെ സ്റ്റഡി സെന്റേഴ്സിലൊന്നും ആപ്ലിക്കബിൾ അല്ല, അങ്ങനെ വരാറില്ല. പേയ്മെന്റ് എക്സാമിനേഷന്റെ മാർക്ക് കഴിഞ്ഞിട്ടാണ് അസൈൻമെന്റ്സിന്റെ മാർക്കൊക്കെ ഗ്രേഡ് കാർഡിൽ റിഫ്ലക്ട് ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് TMA എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റിന് നമുക്ക് പാസ്സാവാൻ വേണ്ടത് MSc സ്റ്റുഡൻസിന് അസൈൻമെന്റിന് പാസ്സാവാൻ വേണ്ട സ്കോർ എന്ന് പറയുന്നത് 40% ആണ്. 100ൽ 40 മാർക്കാണ്. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 100 അതിലൊരു 40% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സിന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് 40% മാർക്ക് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് എഴുതേണ്ടതായിട്ട് വരുന്നു. ഇതാണ് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തതാണ് ടേമെന്റ് എക്സാമിനേഷൻ. ടേമെന്റ് എക്സാമിനേഷൻ TE എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി പൊതുവെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ 2 തവണയാണ്, ജൂണിലും ഡിസംബറിലുമായിട്ട്. നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് Jan 25 ബാച്ച് ആയതുകൊണ്ട് തന്നെ MSc കെമിസ്ട്രിയിൽ ഇയർലി ബേസ്ഡ് ആണ് എക്സാംസ് വരുന്നത്. സോ നമുക്ക് എക്സാംസ് വരുന്നത് ഡിസംബറിലായിരിക്കും. നമുക്ക് എക്സാംസ് വരും 1 year കംപ്ലീറ്റ് ആവുന്നത് ഡിസംബറിലാണ്. അപ്പൊ ഡിസംബറിലാണ് നമുക്ക് ഫസ്റ്റ് ഇയർ എക്സാംസ് വരുന്നുണ്ടാവുക. അത് നിങ്ങൾക്ക് ഡിസംബറിൽ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ജൂണിലോട്ട് സ്കെഡ്യൂൾ ചെയ്ത് മാറ്റാവുന്നതാണ്. കാരണം നമുക്ക് 2 തൊട്ട് 4 വർഷം വരെയാണ് ഡ്യൂറേഷൻ വരുന്നത്. ആ 4 വർഷത്തിനുള്ളിൽ നമ്മൾ എക്സാം എഴുതി ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് വർഷത്തിൽ 2 തവണയാണ്, ജൂണിലും ഡിസംബറിലുമായിട്ട്. Jan 25 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാംസ് ഫസ്റ്റ് ഇയർ എക്സാം വരുന്നത് ഡിസംബർ 2025 ആ സമയത്ത് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് അടുത്തതായിട്ട് ഉടനെ വരുന്ന എക്സാം ഏത് വന്നു വെച്ചാൽ ജൂണിലാണ്, ജൂൺ 2026 ആ എക്സാംസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കാരണം എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫോമിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രയർ ടു എക്സാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് യെസ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നത് പോലും. അപ്പം ഡിസംബറിൽ എക്സാം എഴുതുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവുന്നത് സെപ്റ്റംബറിലായിരിക്കും. അതേപോലെ തന്നെ ജൂൺ സൈക്കിളിൽ എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണ് എങ്കിൽ അവരുടെ എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ടൈം എന്ന് പറഞ്ഞത് മിഡ് ഓഫ് മാർച്ച് ആയിരിക്കും. ഈ ഒരു ഡേറ്റ് ഏകദേശം
തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. പിന്നെ നമുക്ക് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ്. ഇപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതാനുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ് മോസ്റ്റ്ലി വരുന്നത് ഒക്ടോബറിലും, അതേപോലെ ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പൊതുവെ വരുന്നത് April 31 ആയിരിക്കും. പിന്നെ നമുക്ക് ഈ MSc സബ്ജക്റ്റിന് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ കൂടാതെ പ്രാക്ടിക്കലും വൈവയും ഉണ്ട്. ആ പ്രാക്ടിക്കൽ യൂഷ്വലി നമുക്ക് വരുന്നത് ടേം ആൻഡ് എക്സാമിന് ശേഷമാണ്. ടേം ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു 1 month ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടാണ് നമുക്ക് പ്രാക്ടിക്കൽ ഒക്കെ വരുന്നത് തന്നെ. അതിന്റെ ഇന്റിമേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അവർ ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുക. ഐദർ മെയിൽ ത്രൂ ആയിരിക്കും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും അവർ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയിച്ച് തരുന്നുണ്ടാവുക. പിന്നെ ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് ജയിക്കാൻ വേണ്ടത് 40% മാർക്ക് തന്നെയാണ്. അസൈൻമെന്റ്സിനും ടേം ആൻഡ് എക്സാമിനേഷനും മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 40% ആണ്. രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ ഒരു സബ്ജക്റ്റിന് നമ്മൾ ജയിക്കത്തുള്ളൂ. അസൈൻമെന്റിനും സെപ്പറേറ്റ് ആയിട്ട് 40% മാർക്ക് സ്കോർ ചെയ്യണം, ടേം ആൻഡ് എക്സാമിനേഷനും സെപ്പറേറ്റ് ആയിട്ട് 40% മാർക്ക് സ്കോർ ചെയ്യണം. അണ്ടിൽ നമുക്ക് ആ ഒരു 40% മാർക്ക് കിട്ടുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ടേം ആൻഡ് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്ത് റീഅപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, അടുത്തത് ഫൈനൽ റിസൾട്ട് ആണ്. ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് എത്രയാണ് ഔട്ട് ഓഫ് 100ൽ എത്രയാണോ സ്കോർ കിട്ടിയത് അതിന്റെ 70%, അതേപോലെ അസൈൻമെന്റ്സിന് നമുക്ക് എത്രയാണോ കിട്ടിയത് അതിന്റെ 30% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നത്. ഈവൻ അസൈൻമെന്റിന് ഒരു സബ്ജക്റ്റിന് നമുക്ക് 90 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, 90 കിട്ടിയെന്ന് വിചാരിക്കാം, ഔട്ട് ഓഫ് 100 90 കിട്ടിയെന്ന് വിചാരിക്കുക. അതിന്റെ 30%, ഈ 90യുടെ 30%, അതേപോലെ ടേം ആൻഡ് എക്സാമിനേഷന് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന് 50 സ്കോർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, 50 മാർക്കേ കിട്ടിയുള്ളെങ്കിൽ ആ 50ന്റെ 70% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നത്. ഈവൻ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് പ്രയാസമാണ് എങ്കിൽ അതിന്റെ അസൈൻമെന്റ് മാക്സിമം എഫേർട്ട് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അസൈൻമെന്റിന് നല്ലൊരു സ്കോർ കിട്ടിയ ടേം ആൻഡ് എക്സാമിനേഷന് ജസ്റ്റ് പാസ് ആണെങ്കിൽ പോലും ഓവറോൾ ഗ്രേഡിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ്, അടുത്തത് നമ്മുടെ ടൈം ടേബിൾ ആണ്. അപ്പൊ ലേൺ വൈസിന് ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിളിന്റെ ബേസിലാണ് നമ്മൾ കോഴ്സ് വർക്ക് എല്ലാം മുമ്പോട്ട് പോകുന്നത്. മേഡം ഒന്ന് ഷെയർ ചെയ്യാവോ? ഇതാണ് MSc കെമിസ്ട്രി സ്റ്റുഡൻസിന്റെ Jan 25 ബാച്ചിന്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ടൈം ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, എന്താണ് ഈ 2 ടൈം ഒക്കെ തന്നിരിക്കുന്നത്, 10:30 അതേപോലെ 7:30 എന്നൊക്കെ തന്നിരിക്കുന്നത്, എന്താണെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നും. അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു വെർച്വലി കണ്ടക്ട് ചെയ്യാണ് നമ്മൾ കാര്യങ്ങൾ. നമ്മുടെ ലേണിംഗ് സിസ്റ്റം എല്ലാം വെർച്വലി ആണ്. അപ്പൊ അതിനൊരു സിസ്റ്റമാറ്റിക് ഫ്ലോ വേണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു 2 സെഷനായിട്ട് തന്നിട്ടുള്ളത്. നമ്മളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് February 3 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. February 3 നമ്മൾ കാണേണ്ടത് ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതേപോലെ തന്നെ അതിന്റെ ലെസൺ 1 കാണണം എന്നാണ് ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഈ ടൈം ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഈ ടൈം ടേബിൾ അനുസരിച്ച് പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ബ്ലോക്ക് വൈസ് ആണ് ലൈവ് സെഷൻസ് വരുന്നുണ്ട്. വിത്ത് മെന്റർ പാക്കേജ് എടുത്ത സ്റ്റുഡൻസിന് ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ട്. ഈ ലൈവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡഡ് വീഡിയോയിൽ പറയുന്നത് പോലെ ഈച്ച് ആൻഡ് എവറി പാർട്ട് ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു സബ്ജക്റ്റിന്റെ ബ്ലോക്ക് ഓരോ ലൈവ് സെഷൻസും ബ്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് ലൈവ് സെഷൻസ് നമുക്ക് ഇവിടെ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ February 8 ആണ്. അപ്പൊ February 8 ശേഷം ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ലൈവ് സെഷൻസ് വരാം, എക്സ്പെക്ട് സൺഡേ വെച്ച് വേറെ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ലൈവ് സെഷൻസ് വരാം. ആ ലൈവ് വരുന്നത് ആ ഒരു ബ്ലോക്ക് 1ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണോ എക്സാം ഫോക്കസ്ഡ് ആയിരിക്കും. പരീക്ഷയ്ക്ക് ഏതെല്ലാം പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, ആ ക്വസ്റ്റ്യൻസും അത് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് മാത്രം റിവൈസ് പോകുന്ന രീതിയിലായിരിക്കും ലൈവ് റിവിഷൻസ് വരുന്നത്. അപ്പൊ ലൈവ് റിവിഷൻസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന സ്റ്റുഡന്റ് മസ്റ്റ് ആയിട്ടും ഈ തൊട്ട് മുകളിൽ തന്നിരിക്കുന്ന ബ്ലോക്ക് 1ലെ എല്ലാ പോർഷൻസിന്റെയും റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ട് വേണം ലൈവ് സെഷൻസിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇല്ല എങ്കിൽ നമുക്കത് ഒട്ടും വർത്ത് ആവില്ല. കാരണം അവിടെ എല്ലാ റെക്കോർഡ് വീഡിയോയിൽ പറയുന്നത് പോലെ ഈച്ച് ആൻഡ് എവരി പാർട്ട് ടച്ച് ചെയ്ത് പോകത്തില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിവൈസ് ചെയ്ത് പോകുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ നമുക്ക് 2 സബ്ജക്ട് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിപ്പം ഫിക്സ് ചെയ്തിരിക്കുന്നത്, മാഡം താപ്പോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം,
നമുക്ക് ഫെബ്രുവരി 3 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ എൻഡ് ചെയ്യുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ 19th അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ എൻഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രിയും, സെക്കൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെയുള്ള ടൈം ടേബിൾ മാത്രമാണ്. അപ്പൊ ഈ ഒരു ബേസിസിൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചു പോവുക. ഇതിന് ശേഷമുള്ള ടൈം ടേബിൾ മാഡം അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളുടെ കൺസേൺഡ് മെന്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ മെന്റർ അയച്ചു തരുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ലൈവ് സെഷൻസിന് മുമ്പായിട്ട് തന്നെ റെക്കോർഡഡ് വീഡിയോസ് കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ ആ സെഷൻസ് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തു എന്ന് മാത്രമേ വരത്തുള്ളൂ. കാരണം അത് പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ റിവിഷൻസിൽ കയറിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ നോക്കുക. ടൈം നിങ്ങൾ നോക്കണ്ട. ഈ 10:30 അല്ലെങ്കിൽ 7:30 എന്നൊരു ടൈം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അതത് ദിവസം നിങ്ങൾ ആ ഒരു സെഷൻസ് കഴിയുമെങ്കിൽ എല്ലാവരും ഫെബ്രുവരി 8 മുമ്പായിട്ട് ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് ബ്ലോക്കും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ എന്നാണോ ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിന് മുമ്പായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഒരു ബ്ലോക്ക് ഒരൊറ്റ സെഷൻ കൊണ്ട് തീർക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ ഒരു ബ്ലോക്കിന്റെ ലെങ്ത് അനുസരിച്ച് ഇപ്പൊ സെക്കൻഡ് ബ്ലോക്ക് ഒക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ലെസൺസ് വരുന്നുണ്ട്. അപ്പം അതിന്റെ സെഷൻസ് ചിലപ്പം ഒരു ബ്ലോക്ക് 2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സെക്ഷൻ 2 or 3 ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. കാരണം ആ ഒരു സബ്ജക്ട് എന്തുമാത്രം പോർഷൻസ് നമുക്ക് കവർ ചെയ്യേണ്ടി വരുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ സെക്ഷന്റെ ലെങ്ത് കൂടും. വൺസ് ഇൻ എ വീക്ക് ആയിരിക്കും നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവുക. എല്ലാ ദിവസവും നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവില്ല. വൺസ് ഇൻ എ വീക്ക് എന്തായാലും ലൈവ് സെഷൻസ് ഉണ്ടാവും. ഈവൻ ഒരു വീക്കിൽ ലൈവ് സെഷൻസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. പിന്നെ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് മൺഡേ ടു സാറ്റർഡേ ഇൻ ബിറ്റ്വീൻ ഓഫ് 7 to 9 ആണ്. ഈവൻ 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻസ് ആണെങ്കിൽ മേ ബി ചാൻസസ് ഉണ്ട് 9:30 വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ലേണിംഗ് റിസോഴ്സസ് ആണ്. ലേൺ വൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നമ്മൾ വെർച്വലി ആണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം വെർച്വലി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലേൺ വൈസ് ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന കോഴ്സസിന്റെ എല്ലാം റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പൊ MSc കെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇയറിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ടൈം ടേബിൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ബ്ലോക്ക് വൈസും ഓരോ യൂണിറ്റ് വൈസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണോ അതിനെ 1 or 2 സെന്റൻസിൽ ബ്രീഫ് ഔട്ട് ചെയ്ത് തരുന്ന നോട്ടിനെയാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. ഈ റെക്കോർഡഡ് വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വൺസ് ഇൻ എ വീക്ക് അതൊന്ന് റിവൈസ് ചെയ്യണം. പോർഷൻസ് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ആഡഡ് നോട്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പൊ ആ എൻ്റയർ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. പിന്നെ കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ തരുന്നതാണ് എക്സാം PDF, എക്സാം സ്പെഷ്യൽ ഗൈഡ്. എക്സാം PDF എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ബ്ലോക്കിലെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിന്റെ ആ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് തരുന്നതാണ് ഈ എക്സാം PDF. അതേപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത് അത് ഒരു എക്സാക്ട് ഒരു 20 മാർക്കിന് നമുക്ക് പൊതുവെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് 20 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും 10 മാർക്കിന്റെ ഷോർട്ട് എസ്സേയും ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എസ്സേ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് ആയിരിക്കും ഗൈഡ് ബുക്കിൽ എൻഷുർ ചെയ്യുന്നത്. കൂടാതെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് വൺസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗൈഡ് ബുക്കും ലേൺ വൈസ് നമുക്ക് തരുന്നതായിരിക്കും. ആ ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹിന്റ് ആയിട്ട് യൂസ് ചെയ്യാം. കറക്റ്റ് അത് ആൻസർ തന്നെയാണ്, പക്ഷേ അത് നമുക്കൊരു ഗൈഡായിട്ട് യൂസ് ചെയ്താൽ മതി, ഒരു ഹിൻസ് ആയിട്ട്. പൊതുവേ നമ്മൾ അസൈൻമെന്റ് തനിയെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ ആ ഒരു കോഴ്സിന്റെ കംപ്ലീറ്റ് നോളജ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇൻ കേസ് ചില സമയങ്ങളിൽ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ട് എങ്കിൽ ലേൺ വൈസിന്റെ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് അടുത്തത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് ആണ്. ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ടൂൾസ് ആൻഡ് സപ്പോർട്ടിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ. അത് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പൊതുവെ നമ്മളത് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. കൂടാതെ നിങ്ങളുടെ ആപ്പിലും അത് എനേബിൾ ആക്കാറുണ്ട്. ഈ പ്രീവിയസ് ഇയർ എക്സാം വീഡിയോസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഏത് പോർഷൻസിൽ നിന്നാണെങ്കിൽ ഏത് പോർഷൻ ആണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളത് അല്ലെങ്കിൽ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏത് യൂണിറ്റിൽ നിന്നാണ്
ഏത് ബ്ലോക്കിൽ നിന്നാണ് എന്നൊരു ഫൈനൽ ഒരു എന്താണ് റിപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു PYQ എന്ന് പറയുന്നത്. കാരണം ലാസ്റ്റ് ടൈം ലേണിംഗ് നടത്തുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഐഡിയ, ഏത് പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ PYQ എന്ന് പറയുന്നത്. പിന്നെ IGNOU മോഡൽ എക്സാംസ്, നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു എക്സാമിന്റെ പ്രയർ ആയിട്ട് തന്നെ നമ്മളൊരു മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിന്റെ അതേ പാറ്റേൺ തന്നെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്ക് എക്സാംസ്, 100 മാർക്ക് വരുന്ന മാക്സിമം മാർക്ക് വരുന്ന രീതിയിലുള്ള എന്താണ് മോഡൽ എക്സാംസ് തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതും എന്താണ് വെർച്വലി ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് ലാംഗ്വേജിന്റെ ഒരു ടൈം, സെഷൻസിന്റെ എല്ലാം ടൈം എന്ന് പറയുന്നത് നൈറ്റ് ഒരു 7 തൊട്ട് 10 എൻഡ് ചെയ്യുന്ന രീതിയിലാണ് മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. അത് 3 മണിക്കൂർ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു വെർച്വലി ഒരു എക്സാംസ്, മോഡൽ എക്സാം എന്നല്ല, എക്സാമിന്റെ അതേ ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ IGNOU എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. കാരണം എക്സാം രജിസ്റ്റർ ചെയ്യാനും ഹോൾ ടിക്കറ്റിന്റെ കാര്യങ്ങൾ, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ എല്ലാം നമ്മുടെ ലാംഗ്വേജ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ട് തരുന്ന ഒരു കോംപ്ലിമെന്ററി കോഴ്സ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. കാരണം ലാംഗ്വേജ് എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇപ്പൊ നമുക്ക് അറിയാമെങ്കിൽ പോലും പറയാൻ ബുദ്ധിമുട്ടാണ്. ഇൻ സോർട്ട് ഓഫ് പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫേസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂവിനെ ക്ലിയർ ഔട്ട് ചെയ്യാനും പിന്നെ ബേസിക് ഇംഗ്ലീഷിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ലേൺ വൈസ് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കോഴ്സ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതൊരു ഡെയിലി അപ്ഡേറ്റ്സ് ആണ്, ഡെയിലി ടാസ്ക് അലോട്ട് ചെയ്തിട്ട് വൺസ് ഇൻ എ വീക്ക് അതിന്റെ ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് നമ്മൾ EEP കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കോ കരിക്കുലർ ഇവന്റ്സ് ആണ്. ഓണം ആയിക്കോട്ടെ, അതേപോലെ ക്രിസ്മസ് ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വുമൻസ് ഡേ, അങ്ങനെയുള്ള എല്ലാ ഇവന്റ്സും നമ്മൾ വെർച്വലി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും എല്ലാ ഇവന്റ്സും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്ത് പോവാറുണ്ട്. അതിനൊക്കെ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ എന്താണ് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട്. ഈവൻ എക്സാമിന്റെ ടൈമിലാണെങ്കിൽ പോലും എക്സാമിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു വർക്ക്ഷോപ്സും കാര്യങ്ങളും വെച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് ഒക്കെ വെച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് എക്സ്ട്രാ നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഇതിനി Q&A ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സിലബസ് ബേസ്ഡോ പ്രോഗ്രാം കംപ്ലീഷൻ ബേസ്ഡോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാഡം, ഞങ്ങൾ ജൂലൈ സെക്ഷനിലാണ് രജിസ്റ്റർ ചെയ്തത്. കേൾക്കാൻ തോന്നുന്നു അല്ലേ? കേൾക്കാൻ പാടില്ലേ? കേൾക്കുന്നുണ്ട്. ജൂലൈ സെഷനിലാണ് ജോയിൻ ചെയ്തത് അല്ലേ? അതെ. അപ്പൊ ജൂലൈ സെക്ഷൻ ചെയ്തിരുന്നപ്പോ എനിക്ക് ഡിസംബറിൽ അടുക്കാറായപ്പോ മെയിലില് എന്റെ അസൈൻമെന്റ്സിന്റെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വന്നു. സബ്മിറ്റ് ചെയ്യേണ്ടത് 31-ാം തീയതിക്കുള്ളിലാന്നൊക്കെ പറഞ്ഞു. അത് വന്നു ഒരു ഡിസംബർ 2-ാം തീയതി, ഡിസംബർ 1-ാം തീയതി സമയത്താണ്. ജൂലൈ ഏത് വർഷമാണ്? ജൂലൈ 2024 എക്സാമിന് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത്? അതെ, ജൂലൈയിൽ രജിസ്റ്റർ ചെയ്തു, ഡിസംബറിൽ വെക്കണമെന്നുള്ള വന്നിട്ടുണ്ട്. അങ്ങനെ വന്നു, മെയിൽ വന്നു. പക്ഷെ എനിക്കത് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ഇവിടെ ആയാലും ആദ്യം സൂചിപ്പിച്ചപ്പോ പറഞ്ഞത് കുഴപ്പമില്ല, അടുത്തതിന് അസൈൻമെന്റ് വരുമ്പോ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ കൂടെയുള്ള 1-2 പേർക്ക് നന്നാവും തോന്നുന്നത്. ഇല്ല, ഫ്രഷ് അസൈൻമെന്റ്സ് അപ്പൊ വെക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടൈം ഉണ്ടല്ലോ, 4 വർഷം വരെ ടൈം ഉണ്ട്. എപ്പോഴാണോ നമ്മൾ എക്സാംസ് എഴുതാൻ പോകുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് വെക്കാം. പ്രയർ ആയിട്ട് അസൈൻമെന്റ്സ് വെക്കാം, ഇഷ്യൂ ഒന്നും ഇല്ല. അസൈൻമെന്റ്സ് എപ്പോഴും വൺ ടൈം ആണ്. ഒരു വട്ടം നമ്മൾ സബ്മിറ്റ് ചെയ്ത് മാർക്ക് നമുക്ക് ഗ്രേഡ് കാർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ആയിട്ട് നമ്മളത് വെക്കണമെന്നില്ല, വൺ ടൈം വെച്ചാൽ മതി. പിന്നെ എക്സാം എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സ് നമുക്ക് എഴുതി വെക്കാം, ഒരു വിഷയവുമില്ല. ഇപ്പൊ എഴുതാൻ പറ്റിയില്ലല്ലോ, സാരമില്ല, നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എഴുതി വെക്കാവുന്നതാണ്. അതിലൊരു ഇഷ്യൂ വരുന്നില്ല. അത് വന്നോ? അത് പബ്ലിഷ് ചെയ്തോ ജനുവരിയിലെ അസൈൻമെന്റ്സ് ഒക്കെ? ജനുവരിയിലെ അസൈൻമെന്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളെ ഇൻഫോം ചെയ്യുമോ? ചെയ്യും. വൺസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അയച്ചു തരും, ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അയച്ചു തരും. കൂടാതെ തന്നെ അതിന്റെ ആൻസർ ഗൈഡ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അത് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആക്കി തരും. പിന്നെ മെന്റർ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നുണ്ടായിരിക്കും. വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങളെ കറക്റ്റ് ആയിട്ട് മെന്റർ ഇൻഫോം ചെയ്യുന്നുണ്ടായിരിക്കും.
വേറെ ആർക്കെങ്കിലും മാം മാം പറഞ്ഞില്ലേ ഒരു ബ്ലോക്ക് നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ലൈവ് സെക്ഷൻ വരണമെന്നുള്ളത്. അപ്പൊ ഈ ലൈവ് സെക്ഷൻ വരുന്നതും ഇപ്പൊ നമുക്കിപ്പം ആ ബ്ലോക്ക് എന്നാണോ നമ്മളത് കംപ്ലീറ്റ് ആ ടൈം ടേബിൾ അനുസരിച്ച് എന്നാണോ കംപ്ലീറ്റ് ചെയ്യണത് അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലേ? അതെ അതെ, ലൈവ് സെഷൻസ് എപ്പോഴും പോർഷൻസ് കവർ ചെയ്ത് ഇപ്പൊ നമുക്ക് 8-ാം തീയതി ആണല്ലോ ഫസ്റ്റ് ലൈവ് പറഞ്ഞിരിക്കുന്നത്. February 8th ആണ് പറഞ്ഞിരിക്കുന്നത്. February 8th അത് കണ്ടക്ട് ചെയ്യുന്ന ഉറപ്പല്ല, പക്ഷെ February 8th ശേഷം എപ്പോ വേണമെങ്കിലും നമുക്ക് ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ടുവെക്കുക. പിന്നെ നിങ്ങൾക്ക് രാവിലെ തന്നെ മെസ്സേജ് വരും, നിങ്ങൾക്ക് ഇന്ന് ലൈവ് സെഷൻ ഉണ്ടെങ്കിൽ മാഡം നിങ്ങളുടെ കൺസേൺഡ് മെന്റർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഇന്ന് നിങ്ങൾക്ക് ലൈവ് സെഷൻ ഉണ്ട് ഇത്ര മണിക്ക് ഇന്ന സബ്ജക്റ്റിന്റെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് കണ്ടുവെക്കാം. കാരണം വൈകിട്ടത്തെ ലൈവ് സെഷൻ ആണ്, രാവിലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അലേർട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കണ്ടുവെക്കുക. കാരണം മാം അങ്ങനെ അതുപോലെ നമുക്ക് പറഞ്ഞോളൂ മാം. അല്ല, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് പ്രയോജനമുള്ളൂ. ഓക്കെ മാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ ഇപ്പം ഇപ്പൊ നമുക്ക് ആ ലൈവ് സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ എന്താ ചെയ്യണ്ടേ? ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിനകത്ത് ബാച്ചസിൽ അവൈലബിൾ ആവും. സ്റ്റോർ എടുത്താണ് നമ്മൾ കണ്ടന്റ് കാണുന്നത്. ബാച്ചസിനകത്ത് നിങ്ങളെ ബാച്ചസിനകത്ത് നിങ്ങൾക്ക് ഒന്നും മിസ്സാവത്തില്ല. ഇപ്പം ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവന്റ്സ് ആയിക്കോട്ടെ, ഒരു ലൈവ് സെഷൻസ് ആയിക്കോട്ടെ, ഒന്നും നിങ്ങൾക്ക് മിസ് ഔട്ട് ആവത്തില്ല. ഈവൻ നമുക്ക് ആ ഒരു ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 weeks ഒക്കെ ടൈം എടുക്കും ആപ്ലിക്കേഷനകത്ത് അത് വരാനായിട്ട്. കാരണം അത് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ആപ്ലിക്കേഷനകത്ത് വരുന്നുണ്ടാവുക. ആ ഒരു ടൈം നമുക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ, കാരണം ഈ ചില കുട്ടികൾക്ക് ലൈവ് സെഷൻസ് ആയിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. അവരെന്താ ചെയ്യുക, എക്സാമിന്റെ ടൈമിൽ ലൈവ് സെഷൻസിന്റെ റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും കാണുന്നത്. ഈ ലൈവും നമ്മൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആക്കി തരും. അപ്പൊ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാം. അല്ല എങ്കിൽ ഇൻ ടൈംസ് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ലൈവ് സെഷൻസ് അല്ലെങ്കിൽ പോർഷൻസിന്റെ ബേസ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കൺസേൺഡ് മെന്ററോട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ മാം. ഓക്കെ മാം. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഷെയർ ചെയ്യാമോ? ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സെഷനിലും ആക്ഷൻ ടാസ്ക് ഉണ്ട്. കാരണം ആ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന്റെ സ്റ്റുഡൻസിന് ഏതൊക്കെ രീതിയിൽ അത് ഹെൽപ്ഫുൾ ആയി, അല്ലെങ്കിൽ അവർ എന്തുമാത്രം അളവിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ ടാസ്ക് വെക്കുന്നത്. അപ്പൊ ഇന്നത്തെ ആക്ഷൻ ടാസ്കിൽ നമുക്കുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഇന്ന് സിലബസ് ഡീകോഡിംഗ് ആണില്ലല്ലോ. അപ്പൊ സിലബസിന്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, മേപ്പോട്ട് സ്ക്രോൾ ചെയ്തത് മേഡം, മുകളിലോട്ട് സ്ക്രോൾ ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ സബ്ജക്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റിനെ പറ്റി മാഡം ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഒന്ന് അഡ്വർടൈസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് എന്താണ് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ക്രിയേറ്റീവായിട്ട് അതിനൊന്ന് അഡ്വർടൈസ് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ്, നമുക്ക് 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതില് നമ്മൾ എന്താണ് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തൊരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ പ്രിപ്പയർ ചെയ്യുക. ഒരു 30 സെക്കൻഡ് വരുന്ന രീതിയിലൊക്കെ നമ്മൾ ഒരു എന്താണ് ഒരു ടാഗ് ലൈൻ പ്രിപ്പയർ ചെയ്യുക. അതുമല്ല എങ്കിൽ അടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത്, നിങ്ങളൊരു MSc കെമിസ്ട്രി ടീച്ചർ ആണ് എങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യും പഠിപ്പിക്കാനായിട്ട്, ടീച്ചിങ്ങിനായിട്ട്, അത് എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു? അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കാം, എനിക്ക് ആ സബ്ജക്ട് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ആ സബ്ജക്റ്റ് ആയിരിക്കും, കാരണം എനിക്ക് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരിക്കും ഞാൻ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ പറയുമല്ലോ. അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റിൽ ഏറ്റവും നിങ്ങൾ ഒരു അധ്യാപിക ആവുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്ട് സെലക്ട് ചെയ്യും? കാരണം ഇവിടെ ഇപ്പൊ MSc കെമിസ്ട്രിയിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ടീച്ചേഴ്സും ഒക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് സബ്ജക്ട് സെലക്ട് ചെയ്യും, എന്തുകൊണ്ട് സെലക്ട് ചെയ്യും എന്നൊന്ന് എഴുതി നിങ്ങളുടെ മെന്റർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ആക്ഷൻ ടാസ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു PDF നിങ്ങൾക്ക് മാഡം അയച്ചു തരുന്നതായിരിക്കും. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. കുറച്ചു മുമ്പ് കാണിച്ച കോഴ്സ് ഇത് പറഞ്ഞല്ലോ, പഠിക്കേണ്ട ടൈം ടേബിൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ആപ്പിൽ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുമോ? മെന്റർ നിങ്ങൾക്ക് അയച്ചു തരും വാട്സപ്പില്. ആയിക്കോട്ടെ.
കാരണം ആ ടൈം ടേബിൾ നിങ്ങൾ നോക്കിക്കോണം. ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകണം എന്ന് പറയാൻ കാരണം അതിനനുസരിച്ചായിരിക്കും ലൈവ് സെഷൻസ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇതിപ്പോ നമ്മുടെ 3rd സെക്ഷൻ ആണ് കഴിഞ്ഞത്. ഇനി നമുക്ക് 4th സെഷൻസ് വരുന്നുണ്ട്, ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ലേൺ വൈസ് എന്ന ആപ്പ് എന്താണ്, അതിനകത്തിൽ എങ്ങനെയാണ് ക്ലാസ്സസ് കാണുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ട് എങ്ങനെ ലേൺ വൈസ് ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സെഷൻസ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇതേപോലെ തന്നെ ആക്റ്റീവായിട്ട് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ഇപ്പോഴും ചില സ്റ്റുഡൻസിനൊക്കെ ഡൗട്ടാണ് ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടന്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഡൗട്ടൊക്കെ സ്റ്റിൽ ഉള്ളതാണ്. അപ്പൊ ആ സെക്ഷൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് 4th ഓറിയന്റേഷൻ സെഷൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ആ ഒരു സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ മാം, ഈ സ്റ്റഡി സെന്ററിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ എങ്ങനെയാ ചൂസ് ചെയ്യണ്ടേ? സ്റ്റഡി സെന്റർ നമുക്ക് പൊതുവെ 3 റീജിയണൽ സെന്റർ ആണുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, വടകര 3 റീജിയണൽ സെന്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ 3 റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ വരുന്ന സെന്റേഴ്സ് ആണ് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും നമുക്കൊരു ഇൻഡക്ഷൻ ക്ലാസ് തരിക, അതേപോലെ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റുക. റീജിയണൽ സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ദൂരം വരുമല്ലോ, ആകെ 3 അല്ലേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റഡി സെന്റേഴ്സ് വെക്കുന്നുണ്ടാവുക. അത് അവിടെ ലിസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്താൽ ഇതിന്റെ ലിസ്റ്റ് തരും. ഓരോ റീജിയണൽ സെന്ററിന്റെ അണ്ടറിൽ MSc IMC കെമിസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി സെന്റേഴ്സ് ഏതാണെന്നുള്ള ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആ അസൈൻമെന്റ് പറയുന്ന ഡേറ്റിൽ തന്നെ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണ്ടേ മാം? നമ്മളിപ്പോ നാട്ടിലില്ലെങ്കിൽ തന്നെ അവിടെ ചെന്ന് സബ്മിറ്റ് ചെയ്യണ്ടേ? സബ്മിറ്റ് ചെയ്യണം. നാട്ടിലില്ല, പുറത്താണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നാട്ടിലോട്ട് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു വിടാം. നമുക്ക് വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിക്കാം. നമ്മൾ തന്നെ കൊണ്ടുവെക്കണമെന്ന് നിർബന്ധമില്ല. പ്രാക്ടിക്കലൊക്കെ നമ്മൾ തന്നെ എക്സാംസും പ്രാക്ടിക്കൽസും ഒക്കെ നമ്മൾ ഡയറക്റ്റ് വന്ന് തന്നെ ചെയ്യണം. അസൈൻമെന്റ് നമുക്ക് ആരുടെയും കയ്യിൽ കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ പ്രാക്ടിക്കൽസ് നടത്തുന്ന ഈ സ്റ്റഡി സെന്ററിലായിരിക്കില്ലേ? അതെ, പ്രാക്ടിക്കൽ നടത്തുന്ന സ്റ്റഡി സെന്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അവർ നേരത്തെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുത്ത് തരുമോ, എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ? അത് പ്രാക്ടിക്കൽ പൊതുവെ ഇതുവരെ ഉള്ള കണ്ടക്ട് ചെയ്ത രീതി അനുസരിച്ചിട്ട് പ്രാക്ടിക്കൽസ് ഇവര് എക്സാംസ് കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കലിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. പേയ്മെന്റ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു 1 or 2 months കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പ്രാക്ടിക്കലിന്റെ കാര്യങ്ങൾ, അതേപോലെ പ്രാക്ടിക്കൽ സെഷന്റെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്നതും അതേപോലെ പ്രാക്ടിക്കൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നതിന് ശേഷമാണ്. പ്രാക്ടിക്കലിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്റ്റഡി സെന്റർ ഒന്നെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും, അതല്ല എങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ അവർ അറിയിച്ചു തരും ഏത് ടൈമിലാണ് അവർ സെഷൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, അതേപോലെ ഏത് ടൈമിലേക്കാണ് എക്സാംസ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നിങ്ങളെ അറിയിച്ചു തരും. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്.